ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. കുളപ്പുള്ളിയിൽ വൈദ്യുതി കേബിൾ കഴുത്തിൽ കുടുങ്ങി അച്ഛനും മകനും പരിക്ക്. 27 വയസ്സുള്ള അനന്തു, 60 വയസ്സുള്ള മദൻ മോഹൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചതായി KSEBയുടെ കേബിൾ കഴുത്തിൽ കുടുങ്ങി ബൈക്ക് യാത്രക്കാരായ അച്ഛനും മകനും ഗുരുതരമായി പരിക്ക്. ഷൊർണൂർ കുളപ്പുള്ളി കണയം റോഡിന് സമീപം താമസിക്കുന്ന മങ്ങനംകുന്നത്ത് വീട്ടിൽ മദനമോഹനൻ 60 വയസ്സ്, ഇദ്ദേഹത്തിന്റെ മകൻ 27 വയസ്സുള്ള അനന്തു എന്നിവർക്കാണ് ഗുരുതരമായ പരിക്ക് പറ്റിയത്. മദനന്റെ വാരിയെല്ല് പൊട്ടിയ നിലയിലാണ്. മകന് കാലിന് പരിക്ക് പറ്റി പ്ലാസ്റ്റർ ഇട്ട നിലയിലുമാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 ഷൊർണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും വരുന്ന മകനെ കൊണ്ടുവരാൻ പോയതായിരുന്നു അച്ഛൻ. തിരിച്ചു രണ്ടുപേരും വരുമ്പോഴാണ് കണയർ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് വലിച്ച KSEB കേബിൾ ചാഞ്ഞു കിടന്നതിനെ തുടർന്ന് കഴുത്തിൽ കുടുങ്ങുകയും ബൈക്ക് നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുകയുമായിരുന്നു. ഇവർ വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഈ റോഡിൽ നിരന്തരം KSEBയുടെ കേബിളുകൾ റോഡിന് കുറുകെ താന്നുകിടക്കുന്ന അവസ്ഥയാണെന്നും കറണ്ട് കമ്പിയാണെങ്കിൽ 2 മരണം ഉറപ്പായിരുന്നുവെന്നും അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നും നാട്ടുകാരനായ HI വിശാഖ് പറഞ്ഞു. നമ്മുടെ കുളപ്പുള്ളിയിൽ നിന്ന് കണയത്തോട്ട് വരുന്ന വഴിയിൽ രാവിലെ 5 മണിക്ക് അച്ഛനും മകനും, മകൻ ദൂരെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന മകനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയി. മകനെയും കൂട്ടി വരുന്ന വഴിക്കാണ് ഈ അച്ഛനും മകനും ഈ അപകടം സംഭവിച്ചത്. KSEBയുടെ 3 ഫേസ് ഒരു വീട്ടിലേക്ക് കൊടുത്തിട്ടുള്ള സ്റ്റേ വയർ താഴ്ന്നു കിടന്ന അതിൽ അവർ വരുന്ന വഴിക്ക് കഴുത്ത് കുടുങ്ങിയാണ് ഈ അപകടം ഉണ്ടായത്. അച്ഛന് ഗുരുതര പരിക്കാണ്. അച്ഛൻ ഇപ്പോൾ പികദാസ് ആശുപത്രിയിൽ ഏകദേശം 6 വാരിയല്ലുകളോളം പൊട്ടി ഗുരുതരമായ അവസ്ഥയിലും, മകൻ അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞ അവസ്ഥയിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റോഡ് നവീകരിച്ചതിന് ശേഷം രാത്രികാലങ്ങളിൽ നിരവധി വലിയ ലോറികൾ ഈ റോഡിലെ ഹൈറ്റ് കൂടിയ ലോറികൾ, ഒരുപാട് ഭാരം വഹിച്ചു കൊണ്ടുവന്ന ലോറികൾ പോകുന്നത് കൊണ്ട് ഈ താഴ്ന്നു കിടക്കുന്ന KSE ലൈനുകളെല്ലാം തന്നെ അത് വെടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരെന്നുള്ള രീതിക്ക് ഈ താഴ്ന്നു കിടക്കുന്ന എല്ലാ സ്റ്റേ വയറുകളും KSEBയുടെ എല്ലാ വയറുകളും ഉയർത്തി കെട്ടിക്കൊണ്ട് ഈ റോഡിലെ അപകടകരമായിട്ടുള്ള അവസ്ഥ മാറ്റണം എന്നാണ് നാട്ടുകാരെന്നുള്ള രീതിക്ക് KSEBയോട് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ വ്യാഴാഴ്ച പുലർച്ചെ വലിയ ലോറി പോയതിനെ തുടർന്നാണ് വീട്ടിലേക്ക് വലിച്ചിരുന്ന കേബിൾ താഴത്തേക്ക് ചാഞ്ഞുകിടക്കാൻ കാരണമായതെന്ന് KSEB ഉദ്യോഗസ്ഥൻ പ്രമോദും പറഞ്ഞു. നമ്മൾ രാവിലെ അപ്പം തന്നെ വന്നു. 5 മണിക്കാണ് സംഭവം നടന്നതെന്നാണ് പറയുന്നത്. 5 മണിക്ക് നമ്മൾ വന്നു. അപ്പം തന്നെ സർവീസ് വരെ നമ്മൾ പോസ്റ്റിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി. മറ്റേ ആർക്കും പരിക്ക് പറ്റിയെന്ന് പറയുന്നു. നമ്മൾ അതിനുശേഷം വിളിച്ചന്വേഷിച്ചു. അപ്പോൾ ഒരാൾക്ക് കഴുത്തിൽ ചെറിയൊരു ഇതുണ്ട്, പിന്നെ ഒരാൾക്ക് കാലിൽ പരിക്കുണ്ട്. അപ്പോൾ ആളിതിൽ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവരെ ഞങ്ങൾ കണ്ടു. അപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. സർവീസ് വരെ ഞങ്ങൾ അപ്പം തന്നെ ഇന്നിപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വലിച്ചേട്ടൻ തീരുമാനിച്ചതാണ്. ഇപ്പോൾ പുതിയ സർവീസ് വരെ ഇട്ട് സപ്ലൈ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ലോറി എന്തെങ്കിലും വന്നിട്ട് കണ്ടെയ്നർ വഴി തെറ്റി പോകാറുണ്ട്. അപ്പോൾ കണ്ടെയ്നർ അങ്ങനെ പോയതാണെന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ നല്ല റോഡാവേണ്ട ഒരു ഗൂഗിൾ മാപ്പ് പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ പോയി പൊട്ടി വീണെന്നാണ് പറയുന്നത്. 5 മണിക്കാകൊണ്ട് ആരും അറിഞ്ഞില്ല. നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ ഡിസ്കണക്ട് ചെയ്തു, അപകടം ഒഴിവാക്കി. പിന്നെ വീണ്ടും പുതിയ വയറിട്ട് അവർക്ക് റീകണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.